നിരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലിയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് BA ബാലു ദേവസ്വത്തിന് അപേക്ഷ നൽകി. ദേവസ്വം മാനേജർ മുഖേനയാണ് അപേക്ഷ നൽകിയത്. ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് തുടർ നടപടി ആലോചിക്കുമെന്നും BA ബാലു 24-നോട് പറഞ്ഞു. മാസം അവിടെ ഉത്സവം നടക്കുന്നുണ്ട്. മെയ് 8-ാം തീയതി മുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഉത്സവം നടക്കുന്ന സമയത്ത് തന്ത്രിമാർ ഇതേ നിലപാട് തന്നെ സ്വീകരിക്കും. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാകും. മറ്റേ വർഗീയ അമ്പലങ്ങളിലൊക്കെ ഉത്സവത്തിന് മുൻനിരയിൽ നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ കാരണം ഇനി അവിടെ ഒരു അമ്പലത്തിന് ഒരു ചടങ്ങ് മുടങ്ങുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സൂരജ് സജി വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, പരാതി ഉയർന്നു വന്നതിന് പിന്നാലെ ബാലുവിന് പൊതുസമൂഹത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട്. കഴകം ജോലിയിൽ ബാലുവിനെ തന്നെ നിയമിക്കാൻ വേണ്ടിയുള്ള നടപടികൾ അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. പക്ഷേ ഇനി ആ ജോലിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബാലു. ഒരു മനംമാറ്റത്തിന് സാധ്യതയുണ്ടോ? എന്താണ് ബാലു വിശദീകരിക്കുന്നത്? സൂരജ്, TK സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജോലിയിൽ പ്രവേശിക്കാൻ ബാലു എത്തിയാൽ എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് ദേവസ്വം ബോർഡും സർക്കാരും അടക്കം അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ കോണുകളിൽ നിന്ന് ബാലുവിന് പിന്തുണയും ഏറുന്നുണ്ട്. ഇതിനിടയിലാണ് ഇനി കഴകം ജോലിയിൽ പ്രവേശിക്കാനില്ല എന്ന് കാണിച്ചുകൊണ്ട് ബാലു ഇപ്പോൾ ദേവസ്വം മാനേജർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. അത് ഇനിയും ജോലിയിലെത്തിയാൽ ഇത്തരത്തിൽ തന്നെ ആയിരിക്കും, അതായത് തന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് പെരുമാറ്റം ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെ ഉത്സവം അടുത്തിരിക്കുകയാണ്. ആ സമയത്ത് വീണ്ടും ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ ഈ ജാതി വിവേചനത്തിൻ്റെ ഭാഗമായി ഈ തന്ത്രിമാർ ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് ക്ഷേത്രത്തിലെ പൂജയടക്കം ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇനി താൻ ഈ ജോലിയിലേക്കില്ല എന്ന് ബാലു പറയുന്നത്. ഇത് കാണിച്ചുകൊണ്ടാണ് ബാലു ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഒരു തരത്തിലുള്ള ഭീഷണിയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് ബാലു പറയുന്നു. സ്വമേധയാ താനെടുത്ത തീരുമാനമാണ് എന്ന് അറിയിച്ചുകൊണ്ടാണ് ബാലു ഇത് സംബന്ധിച്ച്, അതായത് കഴകം ജോലിയിൽ ഇനി തുടരാൻ താല്പര്യമില്ല എന്ന് കാണിച്ചുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്ത് ലഭിച്ച പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ ദേവസ്വം ചർച്ച ചെയ്യും. റിക്രൂട്ട്മെന്റ് ബോർഡ് മുഖാന്തരമാണ് ബാലുവിന്റെ നിയമനം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് സർക്കാരാണ്. ഇത് സംബന്ധിച്ച് വിവരം സർക്കാരിനും ദേവസ്വം ബോർഡ് കൈമാറുകയും ചെയ്യും. TK. ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.